ഒരു രാജ്യത്തിന്റെ സേഫ്റ്റി കൺസേൺ ചെയ്തിട്ടാണ് വിസ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് പുള്ളി ഉദാഹരിച്ചത് പാകിസ്ഥാനിൽ തന്നെയാണ്. വളരെ നല്ലൊരു കാര്യം. ഇതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ജോർജ് കുളങ്ങരയുടെ ഉള്ളിലുള്ള ആ തീവിഷമാണ് നിങ്ങൾ വന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണെന്നും അതിൽ കൂടെ പാകിസ്ഥാനെ എടുത്തു വെച്ച് പറയുമ്പോൾ മാഹിനെ ഒന്ന് അടിക്കാമെന്നും ഒന്ന് ഇരുത്താമെന്നുമുള്ള അയാളുടെ ഉള്ളിലുള്ള ആ വൃത്തികേടാണ് അവിടെ വെളിപ്പെട്ടത്. വാസ്തവത്തിൽ എന്താണ് പയ്യൻ ചോദിച്ചത്? നമ്മളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് എവിടെയൊക്കെ പോകാമെന്നൊരു ഇതുണ്ട്. ആ ഒരു വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പാസ്പോർട്ടിനുള്ള വാലിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിന്റെ പ്രിവിലേജ് ആണ് പയ്യൻ ചോദിച്ചത്. അത് മനസ്സിലാക്കാതെയാണ് ഇയാൾ കിടന്നുകൊണ്ട് കണപുണ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം അയാൾ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് പോർഷന്റെ ഉത്തരം മാത്രമാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഇപ്പൊ ഞാനൊരു ഇൻഡെക്സ് എടുത്ത് ചെക്ക് ചെയ്തു. 2025 ഒരു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. അതിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ഡീറ്റെയിലിൽ 85th റാങ്കിങ്ങിലാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളത്. ഇത് വെച്ചിട്ട്, അതായത് ദിസ് റാങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ക്യാൻ ആക്സസ് വിത്തൗട്ട് എ പ്രിയോർ വിസ. ഇന്ത്യയിലെ ആൾക്കാർക്ക്, ഇന്ത്യൻ നാഷണാലിറ്റികൾക്ക് പ്രിയോർ വിസ ഇല്ലാതെ ആക്സസ് ഉള്ള എത്ര രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങൾ, അതിന്റെ റാങ്കിങ് ബേസ് ആണ് പറഞ്ഞത്. 85 ആണ് ആ റാങ്കിങ്. അങ്ങനെ ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഇന്ത്യൻസിന് ട്രാവൽ ചെയ്യാൻ, അതായത് ഫ്രീ ക്യാൻ ട്രാവൽ വിസ ഫ്രീ ടു 57 ഡെസ്റ്റിനേഷൻ. 57 രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 57 സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പാസ്പോർട്ട് വെച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ആ ഒരു കാര്യം വളരെ വലിയൊരു ഓപ്പൺ ടോക്കിന് വഴി തുറക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് അയാൾ സ്കിപ്പ് ചെയ്തിട്ട് പാകിസ്ഥാനിലേക്ക് വെച്ച് പിടിച്ചതാണ്. അത് ഈ പോങ്ങന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പോങ്ങൻ ഞാൻ താളം ചവിട്ടുന്നത്. വിഷയം എത്രയേ ഉള്ളൂ, നമ്മളുടെ വാലിഡിറ്റി, അതായത് ഇപ്പം ഒരു ഇന്ത്യൻ നാഷണൽ വന്നാൽ അവരെ വെൽക്കം ചെയ്യേണ്ട രീതി, അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ നയതന്ത്ര ബന്ധങ്ങൾ, നമ്മളുടെ കേപ്പബിലിറ്റി, ഇന്ത്യ എന്ന രാജ്യത്തെ പൗരന് കൊടുക്കേണ്ട പ്രിവിലേജ്, അതാണ് അവൻ അവിടെ സൂചിപ്പിച്ചത്. അത് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ മുൻപ് ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ അമേരിക്കൻ പ്രസിഡന്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 3 ദിവസത്തേക്ക് ഫുൾ ലീവ് കൊടുത്തു. ഒരു കട പോലും തുറക്കാൻ പാടില്ല, ഈ കാക്ക പോലും പറക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഇതങ്ങ് കിട്ടും. കാരണം എന്തെന്നറിയാമോ? എയർപോർട്ടിൽ നിന്ന് ഈ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഓർത്തോണം, ഏറ്റവും ബെസ്റ്റ് പോലീസിംഗ് ആണ് ദുബായ് പോലീസ്. അവർക്കത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ തട്ടിത്തവരെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്, ആ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടും അയാൾക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം പ്രിവിലേജ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻസിന് കിട്ടുന്ന ഒരു റെസ്പെക്ട് ആണ് അത് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിനാണ് ഞാൻ മുൻപൊരു വീഡിയോ ഞാൻ ഇവിടെ ചേർത്തത്. ആ വീഡിയോ ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ്ലി ചേർക്കുകയാണ്. നിങ്ങൾ കണ്ടു നോക്കുക. ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അയാൾ. കാരണം എന്താണ്? അവർ ക്രിസ്ത്യനാണ്, ഇന്ത്യനാണ്. നിങ്ങൾ ഇന്ത്യനാണ്, ഇവിടെ നിൽക്കണ്ട എന്നാണ് ഇയാൾ പറയുന്നത്. റിപ്പീറ്റ്ലി അത് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇവിടെ നിൽക്കണ്ട, നീ പോ ഇന്ത്യയിലേക്ക്, നീ ഇവിടെ നിൽക്കണ്ട എന്നാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യൻസിന് കൊടുക്കുന്ന ഒരു അവിടുത്തെ സിറ്റിസൺസ് കൊടുക്കുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് നിങ്ങൾ കണ്ടത്. അതേപോലെ മാഹീൻ ഇസ്രായേലിലേക്ക് പോയ കാര്യവും അവിടെ അക്സെപ്റ്റ് ചെയ്തു എന്ന കാര്യവുമാണ് ഇയാൾ പറയുന്നത്, ഫസൽക്കാരായിട്ട് പറയുന്നത്. ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മാഹീൻ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ ചെന്നപ്പോൾ മാഹീൻ നേരിട്ട ബുദ്ധിമുട്ട് മാഹീൻ വിഷ്വലാക്കി നമുക്ക് കാണിച്ചു തന്നിരുന്നു. എന്തിനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെടണം? ഇന്ത്യൻ നാഷനായ മാഹീനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഇസ്രായേലിന് എങ്ങനെ ധൈര്യം വന്നു എന്നതാണ് ചോദ്യം. ഇതേ ഇൻസൾട്ട് അമേരിക്ക ചെയ്തിട്ടുണ്ട്, നമ്മളുടെ APJ അബ്ദുൽ കലാമിനെ ചെയ്തിട്ടുണ്ട്, ഷാരൂഖ് ഖാനെ ചെയ്തിട്ടുണ്ട്. എന്തിന്? അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ. അത് ചോദ്യം ചെയ്യേണ്ടത് ആരാണ്? ഇന്ത്യക്കാരാണ്.